ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റുള്ളൊരു വെണ്ടക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. ഏകദേശം 1/4 കിലോയോളം വെണ്ടക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക അരിയുമ്പോൾ കുറച്ച് കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. തീരെ നൈസായിട്ട് അരിയരുത്, ഈ ഒരു കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഏകദേശം ഒരു പകുതി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സവോള ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വെണ്ടയ്ക്ക തീരെ കനം കുറച്ചരിഞ്ഞാൽ വേകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീരെ നൈസാക്കാതെ അത്യാവശ്യം കട്ടിയിൽ തന്നെ അരിയണമെന്ന് പറഞ്ഞത്. അല്പസമയം ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മൾ വെണ്ടയ്ക്ക വേവിക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക വേവിക്കുന്ന സമയത്ത് അടച്ച് വയ്ക്കാൻ പാടില്ല. പാത്രം അടച്ച് വേവിക്കുമ്പോഴത്തേക്കും ഈ പാത്രത്തിൽ നിന്ന് ആവി വരുന്ന വെള്ളമില്ല, അത് ഇതിലേക്ക് വീണിട്ട് നന്നായിട്ട് വഴുവഴുപ്പായി പോകും. വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തുമില്ല. നല്ല മൊരിഞ്ഞ വെണ്ടയ്ക്ക ഫ്രൈ വേണമെങ്കിൽ പാത്രം തുറന്ന് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇളക്കുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക ഒരുപാട് കുഴഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചട്ടുക ഉപയോഗിക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം എല്ലാം വേകുമ്പോഴത്തേക്കും നമുക്ക് ചട്ടുകം കൊണ്ട് മറിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കൊഴിഞ്ഞു പോകാതെ തന്നെ നമുക്കിത് കിട്ടും. ഞാനിവിടെ വെണ്ടയ്ക്ക ഒരുപാടങ്ങ് മൊരിക്കുന്നില്ല, എനിക്കൊരു മീഡിയം പരുവമാണ് ഇഷ്ടം. നിങ്ങൾക്ക് നന്നായിട്ട് മൊരിയണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരധികം സമയം എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 2-3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസി വേണമെങ്കിൽ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിട്ട് നമ്മൾ ചട്ടുകം കൊണ്ട് മെല്ലെ ഇളക്കിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം നമുക്കൊന്ന് ഇതുപോലെ തന്നെ മറിച്ചിട്ട് വേവിക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.